ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ലെസണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? വോളിയം അനാലിസിസ്. വളരെ പവർഫുള്ളുള്ള ഒരു കോൺസെപ്റ്റാണ് വോളിയം എന്നത്. ഇത് ടെക്നിക്കൽ അനാലിസിസ് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇതിന് നല്ല പവർഫുള്ളുള്ള ഒരു ആശയമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് വോളിയം അനാലിസിസ്, എങ്ങനെ നമുക്ക് ഒരു ചാർട്ട് എടുത്ത് ആ ഒരു സ്റ്റോക്കിൻ്റെ വോളിയം അനാലിസിസ് നടത്താം എന്ന് നോക്കാം. ഓക്കെ, ദ വോളിയം അനാലിസിസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ട്രേഡ്സ് എക്സ്ചേഞ്ചസ് സച്ച് ആസ് ഷെയർസ് ആൻഡ് കോൺട്രാക്ട്സ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം പീരീഡ്. അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ട്രേഡ്സ് അവിടെ നടന്നിട്ടുണ്ട് എന്നതിനെയാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്രമാത്രം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയർസ് ബൈയും സെല്ലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം ചില സമയത്ത് എന്താണ്, അധികം ബൈയും ഷെയറും ഒന്നും സെല്ലിങ്ങും ഒന്നും നടക്കുന്നില്ല. അവിടെ അപ്പോൾ എന്താണ്, വോളിയം കുറവായിരിക്കും. അപ്പം വോളിയം കൂടുതലാണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരുപാട് ട്രാൻസാക്ഷൻസ്, അതായത് ഒരുപാട് ട്രേഡ് എക്സ്ചേഞ്ചസ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സ്പെസിഫിക് ടൈമിൽ എത്രമാത്രം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നതാണ് വോളിയം അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈഡ്ലി യൂസ്ഡ് ബൈ ടെക്നിക്കൽ അനാലിസിസ്റ്റ്. നമ്മൾ ടെക്നിക്കൽ അനാലിസ്റ്റാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദിസ് മെട്രിക് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് മോർ ബ്രീഫ്ലി എബൌട്ട് ദ ട്രേഡിംഗ് ഡിസിഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അതായത് ടെക്നിക്കൽ അനലിസ്റ്റ് ഇത് യൂസ് ചെയ്തുകൊണ്ട് വോളിയം അനാലിസിസ് നടത്തിക്കൊണ്ട് അവർ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും അതിൻ്റെ കൂട്ടത്തിൽ ട്രേഡിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നതിനും വോളിയം അനാലിസിസ് ഉപകരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? നമുക്ക് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിങ്ങിൽ. ഓക്കെ, ഇനി മുമ്പോട്ട് ഏത് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം സ്പീഡിൽ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഇനി താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് വോളിയം അനാലിസിസ് വഴി കണ്ടെത്താൻ പോവുകയാണ്. അപ്പം നല്ല പവറുള്ള ഒരു കോൺസെപ്റ്റാണ് വോളിയം എന്നത്. ഇവിടെ നമുക്ക് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നതിനും അതുപോലെ തന്നെ എത്ര സ്പീഡിൽ ഇനി മുമ്പോട്ടുള്ള എത്ര മൊമെൻറ്റത്തിൽ ഇനി ട്രെൻഡ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഈ വോളിയം ഹെൽപ്പ് ചെയ്യും. അപ്പം വോളിയം ക്യാൻ ബി ഇൻഡിക്കേറ്റർ ഓഫ് മാർക്കറ്റ് സ്ട്രെങ്ത്. കണ്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വോളിയം ക്യാൻ ബി എ ഇൻഡിക്കേറ്റർ ഓഫ് മാർക്കറ്റ് സ്ട്രെങ്ത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. വോളിയം മാർക്കറ്റ് സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്നു. ഇപ്പം ആസ് റൈസിങ് മാർക്കറ്റ് ഓൺ എ ഇൻക്രീസിങ് വോളിയം ആർ ടിപ്പിക്കലി വ്യൂഡ് ആസ് എ സ്ട്രോങ് ആൻഡ് ഹെൽത്തി. നമുക്കിതാണ് വേണ്ടത്. പ്രൈസ് മുകളിലേക്ക് പോകുന്നു, അതിനൊപ്പം തന്നെ വോളിയം ഇൻക്രീസ് ആകുന്നു. അവിടെ എന്താണ്, സ്ട്രോങ് ആൻഡ് ഹെൽത്തി ട്രെൻഡാണെന്ന് പറയാൻ സാധിക്കും. ഇനിയും മുകളിലേക്ക് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ വെൻ പ്രൈസസ് ഫാൾ ഓൺ ഇൻക്രീസിങ് വോളിയം ദ ട്രെൻഡ് ഈസ് ഗ്യാതറിങ് സ്ട്രെങ്ത് ടു ദ ഡൗൺ സൈഡ്. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റാണ്, വോളിയം ഇൻക്രീസ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ ട്രെൻഡ് താഴോട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രൈസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, വീണ്ടും അത് സ്ട്രെങ്ത് ഉണ്ട്, താഴോട്ട് പോരാൻ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കും, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇനി മുതൽ ഓപ്പൺ ആക്കുന്നത്. ഇവിടെ നമുക്ക് 1 by 1 ആയിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വീക്കിലി ടൈം ഫ്രെയിമാണ്. ഇവിടെ ഓരോ ക്യാൻഡിൽസും ഓരോ വീക്കിലെ ക്യാൻഡിലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ വീക്കിലും ആ ഒരു കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്ക് എത്ര മാസം പ്രൈസിൽ മൂവ്മെൻറ്റ് നടത്തി എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിയറിഷ് ക്യാൻഡിൽസും ബുള്ളിഷ് ക്യാൻഡിൽസും ഒക്കെ ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുക, നോട്ട് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസിങ് വോളിയം വിത്ത് ഇൻക്രീസിങ് പ്രൈസ് ഇൻഡിക്കേറ്റ് അപ്സൈഡ് സ്ട്രെങ്ത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റീജിയണിൽ നമുക്ക് എന്തെങ്കിലും വോളിയം അധികം കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു റീജിയണിൽ ചെറിയ വോളിയമാണ്. അതിനുശേഷം ഈ ഒരു പഴയ ടൈം പീരീഡുമായിട്ട് പഴയ ടൈം പീരീഡ് തമ്മിലാണ് കമ്പാരിസൺ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ടൈം പീരീഡുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പം ഈ ഒരു ടൈം പീരീഡിൽ വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് ബൈയിങ് ആണെങ്കിലും സെല്ലിങ് ആണെങ്കിലും. ഓക്കെ, അപ്പം ഒരിക്കലും ഇവിടെ നമുക്ക് വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്, അത് ഇവിടെ ഗ്രീൻ ക്യാൻഡിലും കാണാൻ സാധിക്കും, ഗ്രീൻ പോലെയും കാണാൻ സാധിക്കും, റെഡ് പോലെയും കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, ഗ്രീൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണോ? അല്ല, നമുക്ക് വോളിയം ഇൻക്രീസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ വോളിയം ഇൻക്രീസ് ആകുന്നുണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇവിടെ മാർക്കറ്റ് ഒന്നുകിൽ മുകളിലേക്ക് പോകാം നല്ല സ്പീഡിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ നോക്കുക,
ഇവിടെ വോളിയം ഇൻക്രീസ് ആയി, അതിനൊപ്പം തന്നെ പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് ഏത് സൈഡിലാണ്? മുകളിലേക്കാണ്. വളരെ സിമ്പിൾ. വോളിയം ഇൻക്രീസ് ആയി, അതിനൊപ്പം തന്നെ പ്രൈസും മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. വോളിയം ഇൻക്രീസ് ആയി പോകുന്നു, വോളിയം നല്ല രീതിയിൽ ഇൻക്രീസ് ആകുന്നു, താഴെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഓരോ ബാറും ഈ ഒരു വീക്കിൽ ഇതുണ്ടോ, ഈ ഒരു വീക്കിലെ വോളിയമാണ് ഇവിടെ കാണുന്നത്, ഇതിന് താഴെ ഈ ഒരു വീക്കിലെ വോളിയമാണ് ഇതിന് താഴെ കാണുന്നത്, ഈ ഒരു വീക്കിലെ വോളിയമാണ് ഇതിന് താഴെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു വീക്കിൽ നല്ല വോളിയം ഇതുണ്ടോ, നല്ല രീതിയിൽ വോളിയം ഈ ഒരു പഴയ ആഴ്ചകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ നല്ലൊരു വോളിയം കൂടിയിട്ടുണ്ട്. അതനുസരിച്ച് ആ ഒരു വീക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് റാലി കിട്ടി. അതനുസരിച്ച് കൂടുതൽ ആൾക്കാർ, കൂടുതൽ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ അതിൻ്റെ അകത്ത് എൻട്രി എടുത്ത് വീണ്ടും വീണ്ടും വോളിയം കൂടി, അതുപോലെ തന്നെ പ്രൈസും മുകളിലേക്ക് പോയി. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇൻക്രീസിങ് വോളിയം വിത്ത് ഡിക്രീസിങ് പ്രൈസ് ഇൻഡിക്കേറ്റഡ് ഡൗൺ സ്ട്രെങ്ത്. ഇവിടെ എന്താണ്, ഈ ഒരു വീക്കിലി ക്യാൻഡിൽ നോക്കുക, അതിന് താഴെ നോക്ക്, നല്ലൊരു വോളിയം ഇൻക്രീസ് ആയിട്ട് കാണാൻ സാധിക്കും. അതെന്താണ്, സെല്ലിംഗ് വോളിയം ആണ് ഇൻക്രീസ് ആയത്. പഴയ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ പഴയ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സെല്ലിംഗ് വോളിയം ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പം അവിടെ എന്താണ്, ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം ഇവിടെ വോളിയം ഇൻക്രീസ് ആയി, അതനുസരിച്ച് പ്രൈസ് താഴോട്ട് പോരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം വെറുതെ നമ്മൾ വോളിയം മാത്രം യൂസ് ചെയ്ത് ട്രേഡിൽ എൻട്രി എടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമുക്ക് എൻട്രി എടുക്കുന്ന ക്യാൻഡിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല വോളിയം ഉണ്ട്, പ്രീവിയസ് ടൈം പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമെങ്കിൽ അത് നല്ല ലൊക്കേഷനിലും കൂടെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്യാൻഡിലിൻ്റെ സ്ട്രെങ്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ വോളിയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇതെല്ലാം കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ് AC എന്ന് പറഞ്ഞ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്, മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. അപ്പോൾ നമുക്കിനി വോളിയം ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമുക്കിവിടെ FX എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് സെറോദയിലാണ് നമ്മൾ FX എന്ന് പറഞ്ഞ ഓപ്ഷൻ. ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു മെനു ബാറിൽ തന്നെ ലഭിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? വോളിയം ചാർട്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. വോളിയം ചാർട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതുണ്ടോ, നമുക്ക് ഇങ്ങനെ വോളിയം ചാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ താഴെ വന്നിട്ടുണ്ട്, കണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഇവിടെ കണ്ടോ വോളിയം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയൻ തൊട്ട് ഈ ഒരു റീജിയൻ വരെ ഏകദേശം ഒരു റേഞ്ചിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു പഴയ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2018 കാലയളവിലെ ഒരു വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ നിന്ന് താഴോട്ട് കുറച്ച് കുറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു റീജിയൻ വരെ അതിൻ്റെ അത് വലിയ വോളിയത്തിനൊന്നും മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം അതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസിലും വലിയ മാറ്റമൊന്നുമില്ല. ഇങ്ങനെയൊരു അക്യുമുലേഷൻ സ്റ്റേജിലായിരുന്നു. കുറേ പേര് ബൈ ചെയ്യുന്നു, ക്വാളിറ്റിയൊക്കെ നോക്കി ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ അകത്ത് എൻട്രി എടുക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ ഒരു സ്റ്റോക്കിന് നല്ല രീതിയിൽ പെർഫോമും കൂടെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത് കുറച്ചും കൂടെ ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ അകത്തായിട്ട് എൻട്രി എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പതുക്കെ വോളിയം ഇൻക്രീസ് ആകാൻ തുടങ്ങി. അപ്പോൾ അത് പതുക്കെ സ്റ്റോക്ക് പ്രൈസ് അപ് ട്രെൻഡിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ അപ് ട്രെൻഡിലേക്ക് വന്നു, ട്രേഡേഴ്സും എൻട്രി എടുത്തു. ഇതുണ്ടോ, ട്രേഡേഴ്സൊക്കെ പതുക്കെ എൻട്രി എടുക്കാൻ തുടങ്ങി. അപ്പം ഇവിടെ ഇങ്ങനെ എൻട്രി എടുത്തിട്ട് വീണ്ടും കുറച്ച് പേര് അതിൻ്റെ അകത്ത് താഴെ എൻട്രി എടുത്തവർ, ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തവർ കുറച്ച് പേര് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പം ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വീണ്ടും ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റിനെ കൺസോൾട്ടേഷൻ എന്നും പറയാൻ സാധിക്കും. ഓക്കെ, അവിടെ വീണ്ടും ഈ ഒരു റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വോളിയം ഇച്ചിരി കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, അവിടെ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ വന്നു. അതിനുശേഷം ഇത് കണ്ടോ, ഈ ഒരു വീക്കിലൊക്കെ ഈ ഒരു മന്തിലൊക്കെ നല്ല സ്ട്രെങ്ത് വോളിയം കാണാൻ സാധിച്ചു. അപ്പം ഇവിടെ പതുക്കെ പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടെയും വോളിയം മോശമില്ലാത്ത വോളിയം ഉണ്ട്. അതനുസരിച്ച് ഇത് കണ്ടോ, പ്രൈസ് പതുക്കെ മുകളിലേക്ക് പോയി ഇത്രയും മുകളിലെത്തി. അപ്പം എക്സാക്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും അനാലിസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത്
മാക്സിമം ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അത് ഇനി ഈ ഒരു ഡയറക്ഷനിൽ പോകാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇത്രയും സിമ്പിളാണെങ്കിൽ എല്ലാവരും വന്ന് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പം മാക്സിമം സ്റ്റാർട്ടിങ്ങിൽ നല്ല എഫോർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, കുറേ ചാർട്ട്സ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഈ വോളിയം ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. ഓക്കെ, അപ്പം നമുക്കിനി വീക്കിലായിട്ടൊന്ന് പോയി നോക്കാം. അപ്പം മന്ത്ലിയിൽ നമ്മൾ ഏകദേശം ആ ഒരു വലിയ പ്രൈമറി ട്രെൻഡിൽ എന്താണ് വേരിയേഷൻ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ എന്താണ് വീക്കിലായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു റീജിയണിൽ നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട് ജൂലൈ മാസത്തിൽ. ഈ ഒരു ജൂലൈ മാസത്തിൽ ഇവിടെ വോളിയം ആഡായത് അനുസരിച്ച് ഈ ഒരു ട്രെൻഡ് പതുക്കെ അപ് ട്രെൻഡിലേക്ക് കയറി. അതിനുശേഷം കണ്ടോ പതുക്കെ മൂവ് ചെയ്ത് വീണ്ടും ഇവിടെ കണ്ടോ വോളിയം ആഡ് ചെയ്ത് വരുന്നുണ്ട്, പതുക്കെ കയറി പോകുന്നുണ്ട്. ഇവിടെ വോളിയം കുറവായിരുന്നു എങ്കിലും പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പോൾ എക്സാക്റ്റായിട്ട് നമ്മൾ ഇവിടെ വോളിയം കുറവായിരുന്നു എങ്കിലും പ്രൈസ് മുകളിലേക്കാണ് പോയത്. അതിനുശേഷം എന്താണ് ഇവിടെ നല്ല രീതിയിൽ വോളിയം കൂടാൻ തുടങ്ങി, ഈ വീക്കിലൊക്കെ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. അപ്പം ഈ ഒരു വോളിയം കൂടാൻ തുടങ്ങിയപ്പോൾ ഇതുണ്ടോ നല്ല സ്പീഡിൽ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ തുടങ്ങി. ഇവിടെ വീണ്ടും കൂടുന്നുണ്ട്. ഇവിടെ സ്ട്രെങ്ത് എന്താണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം? ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്, ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് റൈസിങ് വോളിയം വിത്ത് ഇൻക്രീസിങ് പ്രൈസ് ഷോസ് എ സ്റ്റോക്ക് സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രൈസ് പതുക്കെ മുകളിലേക്കാണ് പോകുന്നത്, സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഇവിടെ നോക്കുക, ഈ ഒരു റീജിയണിൽ ഈ ഒരു 2022 ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ ഒരു മാസത്തിൽ സ്റ്റോക്ക് പ്രൈസ് ഏകദേശം ഒരേ ഒരു ലെവലിലായിരുന്നു. അതിനുശേഷം ഇവിടെ നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആകാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പോസിറ്റീവ് വോളിയം ആണ്. അപ്പോൾ നമുക്കൊരു ഇനിയും മുകളിലേക്കുള്ള സ്ട്രെങ്ത്, മുകളിലേക്കാണ് മൂവ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഒരു മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിൽ വന്നപ്പോൾ കുറച്ച് ഒരു വോളിയം ഇൻക്രീസ് ആയി, അതിനൊപ്പം തന്നെ ഇവിടെയും ഒരു വോളിയം ഇൻക്രീസ് ആയി, അതിനനുസരിച്ച് കുറച്ച് പ്രൈസ് താഴോട്ടാണ് വന്നത്. പ്രൈസ് താഴോട്ട് വന്നതനുസരിച്ച് കുറച്ച് വീക്കുകൾ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിന്നു, മുകളിലേക്ക് പോകാതെ. വീണ്ടും ഈ ഒരു റീജിയനിൽ വോളിയം ഇൻക്രീസ് ആയി, അതിനുശേഷം മുകളിലേക്കാണ് പോകേണ്ടത്. ബട്ട് വീണ്ടും നെക്സ്റ്റ് വീക്കിൽ എന്താണ് അതിലും കൂടുതൽ വോളിയം ഇൻക്രീസ് ആയി, പ്രൈസ് താഴോട്ടും വന്നു. അപ്പം വീണ്ടും ആ ഒരു പ്രൈസ് ആ ഒരു റീജിയനിൽ തന്നെ നിന്നു. ഓക്കെ, ബട്ട് ഇവിടെ എന്താണ് പ്രൈസ് താഴോട്ട് വന്നു, ഇവിടെ വോളിയം ഇൻക്രീസ് ആയോ? ഇല്ല, വോളിയം ഇൻക്രീസ് ആയിട്ടില്ല. അപ്പം ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കണ്ടോ പ്രൈസ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഈ ഒരു റീജിയനിൽ പതുക്കെ വോളിയം ഇൻക്രീസ് ചെയ്ത് വരാൻ തുടങ്ങി. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പതുക്കെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയി. ഈ ഒരു ലാസ്റ്റ് വീക്കിൽ ഇപ്പോൾ ഈ ഒരു ചാർട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ അതിമനോഹരമായിട്ടുള്ളൊരു വോളിയം, നല്ല രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നല്ല ഒരു ലൊക്കേഷനിലാണ് എങ്കിൽ, ലൊക്കേഷൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പഠിക്കും. ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ലൊക്കേഷനിലാണെങ്കിൽ ക്യാൻഡിൽ ബുള്ളിഷാണ്, അത്യാവശ്യം മോശമില്ലാത്തൊരു സ്ട്രെങ്ത് ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വീക്ക്ലി ക്യാൻഡിൽ, അല്ലെങ്കിൽ ഡെയിലി ചാർട്ടിലേക്ക് പോയി ആണെങ്കിലും അനാലിസിസ് ചെയ്ത് എൻട്രി കണ്ടെത്താം. അപ്പോൾ ഇത് നല്ലൊരു ലൊക്കേഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റോക്ക് കൂടെ എടുത്ത് നോക്കാം. ഒരു കമ്പനിയാണ് എടുത്തിരിക്കുന്നത്, നമുക്കൊക്കെ പരിചയമായിട്ടുള്ള ഒരു കമ്പനിയാണ് സിഗറ്റ് ലിമിറ്റഡ്, ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇതുണ്ടോ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആയി, സ്റ്റോക്ക് ഇത്രയും മുകളിലേക്ക് പോയി. അപ്പം ഇനിയും മുകളിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും മുകളിലേക്ക് പോവുമോ? ഇനിയും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പതുക്കെ ഇത് കണ്ടോ ഇവിടെ സെല്ലിംഗ് വോളിയം പതുക്കെ ഇൻക്രീസ് ആവുന്നുണ്ട്, പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ പതുക്കെ വീണ്ടും ബയേഴ്സ് എൻട്രി എടുക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്ക് താഴോട്ടാണ്, ഡൗൺ ട്രെൻഡിലാണ് പോരുന്നത്. ഓക്കെ, ഇവിടെയും ഡൗൺ ട്രെൻഡിലാണ് പോരുന്നത്. നമുക്ക് എല്ലാ ഒരു ടൈമിലും വോളിയം കണ്ടുകൊണ്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ? ഇല്ല. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ നല്ല ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എൻട്രി എടുക്കാൻ. അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് എന്ന കൺസെപ്റ്റ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു വോളിയം കണ്ടുകൊണ്ട് എൻട്രി എടുക്കാനാണ്, ബുള്ളിഷ് ക്യാൻഡിലും കണ്ടുകൊണ്ട് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ മുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റ് കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരുന്നു. അങ്ങനെയല്ല, ഇത് മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇവിടെ താഴോട്ടാണ് പതുക്കെ. പിന്നീട് അത് അധികം വോളിയം ഇൻക്രീസ് ആയിട്ടില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു കമ്പനിയിൽ ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആയി, ആ കുറച്ച് പ്രൈസ് മുകളിലേക്ക് പോയി, വീണ്ടും ആ ഒരു സ്റ്റോക്ക് അവിടെ നിന്ന് പതുക്കെ ഒരു കറക്ഷനിലേക്കും ഡൗൺ ട്രെൻഡിലേക്കുമാണ് പോയത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം
ഈ ഒരു റീജിയണിൽ ഇത് കണ്ടോ നല്ല വോളിയം ഇൻക്രീസ് ആയി ഈ ഒരു റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അതെങ്ങനെയാണ്? ഇത് കണ്ടോ ഈ ഒരു വീക്ക്ലി ക്യാൻഡിലാണോ ഇൻക്രീസ് ആയത്, അതിനുശേഷം ഇത് കണ്ടോ അപ്സൈഡ് മൂവ്മെൻറ്റം തന്നു. അതിനുശേഷം ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആയി, അതിനനുസരിച്ച് പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പം അതിനനുസരിച്ച് നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം ഇനിയും ഇത് മുകളിലേക്കുള്ള എൻട്രി കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം. കാരണം താഴെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ നമ്മൾ കണ്ടു. അപ്പം അവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. ഇത് കണ്ടോ നല്ലൊരു ബൈയിങ് വോളിയം കണ്ടു. ഓക്കെ, ഇവിടെ എന്താണ് സ്റ്റോക്ക് പതുക്കെ താഴോട്ട് വരുവാണ്. നല്ലൊരു ബീറിഷ് ക്യാൻഡിലാണ്, വീക്കിലിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബീറിഷ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സൂം ചെയ്യാം. കണ്ടോ നമ്മൾ വീക്കിലിയിൽ ബീറിഷ് ക്യാൻഡിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതെന്താണ് മോശമില്ലാത്ത നല്ലൊരു ബോഡിയോട് കൂടിയുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ബീറിഷ് ക്യാൻഡിലാണ്. ബട്ട് ഇവിടെ വോളിയം ഇൻക്രീസ് ആയോ? ഇവിടെ വോളിയം ഇൻക്രീസ് ആയിട്ടില്ല. ബട്ട് ഇൻ കേസ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ പ്ലസ് നമുക്ക് നല്ലൊരു വോളിയം കൂടെയാണ് തന്നതെങ്കിൽ വീണ്ടും നമുക്ക് താഴോട്ട് കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു സിനാരിയോയിൽ എന്താണ് പ്രൈസ് താഴോട്ട് വന്നു, പക്ഷേ അധികം ആൾക്കാരൊന്നും സെല്ല് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടോ ഈ ഒരു ക്യാൻഡിൽ എന്താണ് സ്ട്രെങ്ത് ഉള്ള ഒരു ബീറിഷ് ക്യാൻഡിലാണ് മുകളിലേക്ക് പോയതിന് ശേഷം. ഈ ഒരു ക്യാൻഡിൽ എന്താണ് വോളിയം കുറവാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വോളിയം കുറവാണ്. അതുകൊണ്ട് ഇത് താഴോട്ട് പോന്നോ? ഇല്ല. അടുത്ത ഇതൊരു ബീറിഷ് ക്യാൻഡിലാണ്, ഇവിടെ എന്താണ് വോളിയം കുറവാണ്. ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ അതിലും കൂടുതൽ വോളിയം വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ അതിലും കൂടുതൽ വോളിയം വന്നു. അപ്പം അത് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് പതുക്കെ ഇവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്, ബട്ട് ഇവിടെ വോളിയം കുറവാണ്. ഇൻ കേസ് ഇവിടെ വോളിയം കൂടെ കൂടുതലുണ്ടായിരുന്നു നമുക്ക് പറയായിരുന്നു ഇനി താഴോട്ട് പോരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന്. ഓക്കെ, ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ക്ലിയർ അല്ല ഇവിടുത്തെ ഒരു വ്യൂ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്.